പയ്യന്നൂർ ഡയറീസ് പുരസ്കാര സമർപ്പണവും ഗാനസമാഹാര പ്രകാശനവും നടന്നു. ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. പയ്യന്നൂരിലെ ഓൺലൈൻ കൂട്ടായ്മയായ പയ്യന്നൂർ ഡയറീസിന്റെ മൂന്നാമത് ഐക്കൺ ഓഫ് പയ്യന്നൂർ പുരസ്കാര സമർപ്പണവും സുരേഷ് രാമന്തളിയുടെ പ്രണയിക്കുകയായിരുന്നു നാം എന്ന ഗാനസമാഹാരത്തിന്റെ പ്രകാശനവും പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നോവലിസ്റ്റ് സുജിത് കരിവള്ളൂർ സ്വാഗതവും C. പ്രകാശ് ബാബു അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങിൽ മലയാള ഗാന സാഹിത്യരംഗത്ത് തൻ്റേതായ ഭാവഗീതങ്ങളിലൂടെ ശ്രദ്ധേയനായ സുരേഷ് രാമന്തളി രചിച്ച ഗാനങ്ങളുടെ സമാഹാരമായ പ്രണയിക്കുകയായിരുന്നു നാം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പ്രശസ്ത കവി മാധവൻ പുറച്ചേരി ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി M. പ്രദീപ് കുമാറിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. നിരവധി സാഹിത്യകൃതിയിലൂടെ മലയാള സാഹിത്യ ലോകത്ത് സ്വയം അടയാളപ്പെടുത്തിയ വ്യക്തിത്വമായ പ്രശസ്ത എഴുത്തുകാരൻ M. ദാമോദരൻ പയ്യന്നൂർ ഡയറീസ് നൽകുന്ന മൂന്നാമത് ഐക്കൺ ഓഫ് പയ്യന്നൂർ പുരസ്കാരം വേദിയിൽ വെച്ച് മാധവൻ പുറച്ചേരിയിൽ നിന്നും ഏറ്റുവാങ്ങി. ദാമോദരേട്ടൻ്റെ എഴുത്തും സഞ്ചാരവും ഒട്ടനവധി സൃഷ്ടിച്ചതുകൂടിയാണ്. ഞാൻ വായനയിലേക്കും അതുപോലെ തന്നെ എൻ്റെ ജീവിത പ്രശ്നങ്ങളിലൂടെ അച്ചാർ വിൽക്കാനൊക്കെ പോകുമ്പോൾ ബസ് കയറുമ്പോൾ കലാകൗമുദി ഒരു 4-5 വാരികയുമായി ഈ ഒരു സീറ്റിൽ ഇങ്ങനെ വളരെ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒരു വാരിക എങ്ങനെയെങ്കിലും കൈക്കലാക്കി വായിക്കാനും എൻ്റെ കയ്യിൽ ഈ ഹോർലിക്സിൻ്റെ കുപ്പിയിലാണ് ഈ അച്ചാറുള്ളത്. ഇത് എവിടെയെങ്കിലും മുട്ടിയെങ്കിലും പൊട്ടുകയും ചെയ്യും. പക്ഷെ ദാമോദരനോട് കൈകൊണ്ടൊക്കെ പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് കാണിച്ച ഒരു മാസിക അല്ലെങ്കിൽ ആഴ്ചപ്പതിപ്പ് തരം അങ്ങനെ വായിച്ച കൗതുകത്തിൽ തുടങ്ങി ഒരുപാട് തരത്തിലുള്ള സവിശേഷതകൾ ഞാനത് വിശദീകരിക്കുന്നില്ല. വായിച്ചവർക്കും അല്ലെങ്കിൽ ദാമോദരേട്ടൻ എന്ന വ്യക്തിയെ അറിയുന്നവർക്കും വളരെ കൃത്യമായി മനസ്സിലാവും. യാത്രകൾ എന്ന ഒരു വളരെ മനോഹരമായ യാത്രാ ഗ്രന്ഥമുണ്ട്. മറ്റൊരു യാത്രാവിവരണ ഗ്രന്ഥം കൂടി ഉണ്ട്, എനിക്ക് പെട്ടെന്ന് അതിൻ്റെ പേര് ഓർമ്മയില്ല. ഈ യാത്രകൾ എന്നുള്ളത് ഒരു നിബന്ധനയുമില്ലാതെ ഒരു യാത്രക്കാരന് എന്തായിരിക്കണം എന്നതിൻ്റെ പ്രത്യേക പിടിവാശികളൊന്നുമില്ലാതെ തുറന്ന് ലോകത്തെ കാണാനും അഭിപ്രായം പറയാനും ഉള്ള ഒരു വ്യതിരിക്തത ആ കൃതിയെ അടയാളപ്പെടുത്തുന്നുണ്ട്. ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടം നോക്കിയല്ല തനിക്ക് ശരിയെന്ന് തോന്നുന്നത് പറയുക എന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. അല്ലാതെ ഈ ആളുകളെ നോക്കി അവസരം നോക്കി അപ്രിയം വരുമോ എന്ന് ഭയന്ന് എന്തെങ്കിലും പറയാൻ ഒരു കാലത്തും ലോകത്ത് എഴുത്തുകാരന് കഴിയുകയില്ല. അതാണ് ഒരർത്ഥത്തിൽ യോഷയെ പോലുള്ള എഴുത്തുകാർ പറയുന്നത് എഴുത്തുകാർ നൈതികതയുടെ കാവൽക്കാരാണ് എന്നാണ്. സുരേഷ് രാമന്തളിക്ക് സംവിധായകൻ ശിവകുമാർ കാങ്കോലും മാധവൻ പുറച്ചേരിക്ക് പയ്യന്നൂർ ഡയറീസ് അഡ്മിൻ P. ജയനാരായണനും പയ്യന്നൂർ ഡയറീസിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. സുരേഷ് എതിർദിശ പുസ്തകത്തെ പരിചയപ്പെടുത്തി. P. പ്രേമചന്ദ്രൻ, MT അന്നൂർ, ജലജ രാജീവ്, P. നന്ദകുമാർ, പച്ചരാജീവൻ തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട്, കണ്ണൂർ.